ആ ഫാൻ്റെ ഉക്കിൻ്റെ അകത്തൊരു കയറിട്ടിട്ട് ഇവനെ താഴെ കിടത്തിട്ട് ആ ടോമിനെ വലിച്ചു പൊക്കി. ലിജു ഞങ്ങൾ അവന്റെ പുറത്ത് തൊടയിലും കാലിലൊക്കെ അടിച്ച്. അപ്പൊ അവൻ കരഞ്ഞോണ്ട് പറഞ്ഞു ഞാൻ എടുത്തില്ലെന്ന്. എന്നിട്ട് അപ്പൊ ഞങ്ങൾ ഇല്ലിയും സത്യം മണ്ണില്ലെ കൊല്ലുന്നു വന്ന് എന്നും പറ്റാ ഞങ്ങളെ കയറി ഞങ്ങൾ വിട്ട്. അപ്പൊ താഴെ വന്ന് വീണ്. 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 500 രൂപ കാണാതെ പോയെന്ന് പറഞ്ഞ് കുടിച്ചിട്ട് വന്നു. ആ ബാണ് ഫാനിൽ കെട്ടി തൂക്കിയിട്ട് അടിച്ച്, എന്നിട്ട് അതുപോലെ തന്നെ താഴെ വിട്ടിട്ട്. എന്ത് ക്രൂരതയോ ഈ കേരളത്തിൽ നടക്കുന്നത്. ഞങ്ങൾക്ക് കാശില്ലാത്തോണ്ടില്ലേ അവർ ഞങ്ങൾ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് കാശില്ലാത്തോണ്ടില്ലേ അവരെപ്പോഴും കളിയാക്കും. അത് പറയും നിനക്ക് പൈസ ഇല്ലാത്തോണ്ടില്ലേ, നിൽക്കണ അമ്മ അച്ഛനും ഒന്നും മേടിച്ചു തരത്തില്ലല്ലോ എന്നൊക്കെ. ചെയ്ത് കളിയാക്കുന്ന കുട്ടികളോട് പറയും ഈ പാവങ്ങളെ കളിയാക്കില്ലേ. ഇവരുടെ അവസ്ഥ കൊണ്ട്, ഇവരുടെ വിഷമം കൊണ്ടാണ് ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇവരെ കളിയാക്കാനുള്ളതല്ല, ഇവരും മനുഷ്യരാണ്, നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണ്. നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? വീട് പണിയാൻ ഞാൻ 6 ലക്ഷം രൂപ കൊടുക്കുവാണ്. ഇനി ആരും നിങ്ങളെ തല്ലാനും വരില്ല, ആരും ഒട്ടും ഉപദ്രവിക്കാനും വരില്ല. ആരും ഒട്ടും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ഈ കുട്ടികൾ എൻ്റെ ജീവനാണ്. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ ഓടിയെത്തിയെങ്കിൽ, ഇവർക്ക് വേണ്ടി ഇത്രയും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് ചെയ്യാൻ അറിയാം. ഇതെന്താ വീടിന്റെ അവസ്ഥ? 4 കുട്ടികളുണ്ട്. 4 കുട്ടികളുമായിട്ട് ഈ വീട്ടിലാണ് താമസിക്കണേ. എന്നാ ചേച്ചി 7 വർഷമായിട്ട് ആമവാദമാണോ? എണീറ്റ് നടക്കാനൊന്നും പറ്റില്ലേ? പണിക്ക് പോകുമ്പോ എന്റെ മൂത്ത മോനെ എന്നെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത്. എല്ലാവരും കേട്ടോ, അമ്മ അതുപോലെ നോക്കുന്നില്ലേ കൊച്ച്? 2 പേര് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ആ ഹോസ്റ്റലിലെ അവസ്ഥയാണ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അവസ്ഥയാണ് ഈ കൊച്ചു പറയുന്നത്. മോൻ തന്നെ പറയാം എന്താ സംഭവിച്ചത്. അവിടെ കിച്ചൺ ഡ്യൂട്ടി അങ്കളെ 500 കളഞ്ഞു വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വെച്ചിട്ട് എന്നെ റൂമിൻ്റെ അകത്ത് കയറ്റി ഫാൻ ഹുക്കിൻ്റെ അകത്ത് കെട്ടി. എന്റെ കാല് ഫാൻ്റെ ഹുക്കിൻ്റെ അകത്ത് കാല് കെട്ടിയോ? എന്നിട്ട് തല താഴോട്ട് ഇട്ടിട്ട് എന്നെ പൊക്കി ഇരുത്തിയിട്ട് എന്നെ തൊടയിലടിച്ച്. എന്റെ പുറത്തടിച്ച് ഇടിപ്പിച്ചിട്ട് ഇറങ്ങി സത്യം പറയില്ലേ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു സാറേ ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നെ താഴോട്ടങ്ങ് ഇട്ടിട്ട് ഇറങ്ങി എന്നിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ നീ പോയിക്കോന്ന് പറഞ്ഞു, നീ വരുമ്പോ തിരിച്ച് നീക്ക് തരാന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ എന്റെ ജീവനാ. ഇവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പാവങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല, നേരിച്ചു ഒരു കട്ടിലില്ല, അവർക്കൊന്നും എന്നെ പറയും ഒന്നും ഒരു കസേരയില്ല ഇരിക്കാനായിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ബാത്റൂം ഇല്ല. അവസ്ഥയിൽ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ചെയ്യാൻ ചേട്ടനും പറ്റും? ഒരു 500 രൂപ നഷ്ടപ്പെട്ടതിന്റെ പേര്. ഇത് ശരിക്കും കേരളം തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്കിള് ഞങ്ങളെ അകത്ത് കൊണ്ടുപോയിട്ട് അവിടുത്തെ അച്ഛൻ കയറയക്കാൻ പറ്റുന്ന കയറയച്ചിട്ട് മുളവടി ഇല്ലയോ അത് വെട്ടിക്കൊണ്ടുവരാൻ പറ്റുന്ന. മുളവടി നിങ്ങളോട് പറഞ്ഞോ? ഞങ്ങളോടല്ല ഇവരുടെ അച്ഛനും പറഞ്ഞു. ആ മുളവടി വെട്ടിക്കൊണ്ടുവന്ന് ടോം തന്നെ അച്ഛനുണ്ട്. ആ അച്ഛനെ വിളിച്ചിട്ട് വരാൻ പറ്റുന്ന. ആ അച്ഛനെ വിളിച്ചിട്ട് വന്ന് ആ ഫാൻ്റെ ഉക്കിൻ്റെ അകത്തൊരു കയറിട്ടിട്ട് ഇവനെ താഴെ കിടത്തിട്ട് എന്നിട്ട് അവന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് ആ ടോം തന്നെ അച്ഛൻ വലിച്ചു പൊക്കി. ലിജു ഞങ്ങൾ അവന്റെ പുറത്ത് തൊടയിലും കാലിലൊക്കെ അടിച്ച് ഇവിടെ വന്ന് ഇടിച്ച്. എന്നിട്ട് ആശുപത്രി വെച്ചപ്പോ പൊട്ടൻ ചതമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കാശില്ലാത്തോണ്ടല്ലേ അവർ ഞങ്ങൾ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരടിക്കും പിടിക്കുകയും ചെയ്യുന്ന. അമ്മ അച്ഛനോട് പറഞ്ഞ അമ്മ അച്ഛനെ അങ്ങനെ തന്നെ പറഞ്ഞത്. നമുക്ക് കാശില്ലാത്തോണ്ടല്ലേ അവരെപ്പോഴും കളിയാക്കും. അത് പറയും നിനക്ക് പൈസ ഇല്ലാത്തോണ്ടല്ലേ, നിൽക്കണ അമ്മ അച്ഛനും ഒന്നും മേടിച്ചു തരത്തില്ലല്ലോ എന്നൊക്കെ. അച്ഛനും അമ്മയും ഒന്നും മേടിച്ചു തരുമായിരുന്നു അല്ലേ? ഈ 2 കുട്ടികളും ഇരുന്ന് കരയുക. നിങ്ങൾ നോക്കിയേ, ഈ 2 പിള്ളേർ ഇരുന്ന് കരയുക. ഇവർ പിള്ള മനസ്സാണ്. ഇവർക്ക് അറിയില്ല പണമില്ലാത്തതിന്റെ പേര് ജനിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഉപദ്രവിക്കാൻ പറ്റുന്നത്. ഇവര് മനുഷ്യരല്ലേ. ഇവയത് കളിയാക്കുന്ന കുട്ടികളോട് പറയും ഈ പാവങ്ങളെ കളിയാക്കില്ലേ. ഇവരുടെ അവസ്ഥ കൊണ്ട്, ഇവരുടെ വിഷമം കൊണ്ടാണ് ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇവരെ കളിയാക്കാനുള്ളതല്ല, ഇവരും മനുഷ്യരാണ്, നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണ്. ഇവരുടെ സാഹചര്യത്തിൽ നിന്ന് വരുന്നതിന്റെ പേര് കളിയാക്കല്ലേ. ഇവർക്ക് നല്ല ഉടുപ്പുകൾ ഇല്ലാന്ന് പറഞ്ഞ് കളിയാക്കല്ലേ. നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? വീട്. എല്ലാവർക്കും വീടല്ലേ വേണ്ടത്? ഞാൻ ഇവർക്ക് വീട് കൊടുക്കാനുള്ള കാശ് ആദ്യം കൊടുക്കുവാണ്. വീട് പണിയാൻ ഞാൻ 6 ലക്ഷം രൂപ കൊടുക്കുവാണ്. ഈ 6 ലക്ഷം രൂപയ്ക്ക് വീട് പണിതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് പഠിക്കണം. ആരും കളിയാക്കരുത് ഈ കൊച്ചുങ്ങളെ. നല്ല ഉടുപ്പ് വേണം അല്ലേ? ആരും കളിയാക്കി ഇങ്ങനെ ഫാനെ കെട്ടി തൂക്കാൻ ഇനിയും ഇവർക്കൊരു സാഹചര്യം ഞാൻ അനുവദിക്കില്ല. 1 ലക്ഷം രൂപ ഇവർക്ക് ഫീസും നല്ല ഉടുപ്പുകൾ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചോണം. ഇനി ആരും നിങ്ങളെ തല്ലാനും വരില്ല, ആരും ഒട്ടും ഉപദ്രവിക്കാനും വരില്ല. ആരും ഒട്ടും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ഈ കുട്ടികൾ എൻ്റെ ജീവനാണ്. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ ഓടിയെത്തിയെങ്കിൽ, ഇവർക്ക് വേണ്ടി ഇത്രയും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് ചെയ്യാൻ അറിയാം. ആരും ഞങ്ങളെ സഹായിക്കാനില്ല. എത്രയും ദൂരത്തുനിന്ന് വന്ന് ഞങ്ങളെ സഹായിച്ചത് വളരെ നന്ദിയുണ്ട്. കാല് കണ്ടില്ലേ? ഈ കാലുമായിട്ടാണ് ചേച്ചി ജീവിക്കുന്നത്.
ഈ മക്കൾക്ക് ആരുമില്ല. ഈ ചേട്ടൻ അതുപോലെ കഷ്ടപ്പെട്ട് ഈ ചേച്ചിയെ നോക്കാൻ പോലും പറ്റുന്നില്ല ചേട്ടന് പണിക്ക് പോകുന്നതുകൊണ്ട്. ഈ തുച്ഛമായ വരുമാനത്തിൽ ഈ ജീവിക്കുന്ന ഈ 4 മക്കളെ കൊണ്ട് ജീവിക്കുന്ന ഈ കുടുംബത്തെ നമ്മളല്ല പിന്നെ ആരെ സഹായിക്കുന്നത്? അല്ലേ ചേട്ടാ? എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോ? പൊക്കോട്ടെ, ഞാൻ വിഷമിക്കാനുള്ള എല്ലാ ജീവിതം കേട്ടോ, വിഷമിക്കാനുള്ള എല്ലാ ജീവിതം സന്തോഷിച്ച് മുന്നോട്ട് പോവാം. ഞാൻ ഉണ്ടാവും. നല്ലൊരു എമൗണ്ട് ഉണ്ട്, ഈ എമൗണ്ട് പിടിക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാ പോകുന്നത് കേട്ടോ. കൈ പിടിക്കാൻ പോലും പറ്റുന്നില്ല കൈക്ക്. ഓക്കെ, ഞാൻ പൊക്കോട്ടെ എങ്കിൽ. ഇനി യാത്ര തുടരുവാണ്, ഇനിയും ചെയ്യണം നമുക്ക്. നിങ്ങളൊപ്പം നിൽക്കുക, എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമുക്ക് ഈ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പേരെന്നെ നോക്കിയിരിപ്പുണ്ട്. ആ വീടുകളിലെല്ലാം പോയി ഒത്തിരി വീടുകളെ രക്ഷപ്പെടുത്തണം. നമ്മളല്ലേ ഉള്ളൂ ഇത് ചെയ്യാനുള്ളൂ. നമുക്ക് ചെയ്യണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്യാം. പൊക്കോട്ടെ.